ഞാൻ ആദ്യം ജോസിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ഓർമ്മയുണ്ടോ? ഇനി ഒരിക്കലും അതിന് കഴിയില്ലല്ലോ. എന്താ അവിടെ തന്നെ നോക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എടാ, നിന്റെ പെങ്ങളല്ല പോയത്? പരസ്യമായിട്ട് വേണോടാ ഇതൊക്കെ? ഇത്ര നാളൂല്ലേ നിനക്ക് ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാൻ? ആ കേറ്. റോസ്ലിൻ, നീ എന്നെ അനുസരിക്കാതെ വീണ്ടും അവന്റെ കൂടെ പോയല്ലേ? ഉറങ്ങാണ്. ഇനി എന്റെ മകനെ കൊല്ലിക്കാനാണ് വന്നത്. വരും. ഡാഡി, എന്താണ് ജോസ് ചെയ്ത തെറ്റ്? എന്നെ സ്നേഹിച്ചതാണോ? പറയൂ ഡാഡി. എങ്കിൽ ഞാൻ ജോസിനെ സ്നേഹിക്കും. എന്നെ കൂടി ശിക്ഷിക്കൂ ഡാഡി. എല്ലാം ഉപേക്ഷിച്ച് കണ്ണീരോട് പിരിഞ്ഞു പോയ പാപത്തിനോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല ഡാഡി. നീ എന്താ അറിയില്ല അല്ലേ? നിങ്ങളുടെ ക്രൂരത നേരിൽ കണ്ടുവരുന്ന എന്നോട് കള്ളം പറയാൻ ഡാഡിക്ക് നാണമില്ലേ? ഇതാണോ ഡാഡിയുടെ അന്തസ്സ്? ഇതാണോ ഡാഡിയുടെ മാന്യം? എന്ത് പറ്റി? കാർബറേറ്റർ ട്രബിൾ ആണ്. ഓഹോ, കുര്യാക്കോസേട്ടന്റെ മകളല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. തനിച്ചോട് നിൽക്കുന്നത് ശരിയല്ല. ഈ സ്ഥലം മോശമാണ്. വരൂ. കാറ് ലോക്ക് ചെയ്തോളൂ. അതെ മുതലാളി, മോർണിംഗ് ഫ്ലൈറ്റിനെ എത്തും. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക്സ്. ആൻഡോ, തങ്കശ്ശേരിയിലോട്ട് നീ ലോറികൾ അയക്കണ്ട. വരുന്ന കല്ലുകൾ അത് ശ്രദ്ധിക്കാൻ അയ്യോ, പറ്റുള്ളതല്ലേ. വിടോ, പുതിയ എന്നെ വിടോ. അയ്യോ, സണ്ണി, ഈ പാവം പെണ്ണ് പോട്ടെ. പാവമോ? ഇവിടെ കുര്യാക്കോസിന്റെ മകളാണ്. എനിക്ക് കല്യാണം ആലോചിച്ച് പെണ്ണാണ്. ഇല്ല, വിടില്ല. ഞാൻ പാടില്ല. നീ മാറ്. ഇല്ല, ഇവിടെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, പ്ലീസ് എന്നെ രക്ഷിക്കൂ.
തൊണ്ടിയുടെ കൈ കൊണ്ട് അടി വാങ്ങിച്ച റാസ്കൾ പോ. വരൂ. ഇതാണ് എന്റെ അമ്മ. ആരാ ഇത്? എന്റെ അനിയത്തി. അമ്മയോട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും. വാ മോളെ. രാജൻ അറിഞ്ഞോ? ആ വർക്കിയും മകനും നിനക്കെതിരായി കോടതിയിൽ പോകുന്നു. സാർ വിഷമിക്കുന്ന? എന്റെ വിഷമം നിന്നെ കുറിച്ചാണ്. രാജൻ എന്റെ പേരുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണല്ലോ ഇത് ഏറ്റെടുത്തത്. അതുമൂലം നിനക്കൊരു അപകടം സംഭവിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കില്ല. രാജൻ ഒരു കാര്യം ചെയ്യൂ, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തരും. എന്താണിത്? നമ്മൾ നിന്റെ പേർക്ക് എഴുതിയ സ്വത്ത് തിരിച്ചെഴുതും. ആരുടെ പേർക്ക്? എന്റെ പേർക്ക്. പെട്ടെന്ന് വേണോ? വേണം. രാജന് എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, നീ എനിക്ക് എന്റെ മകനെ പോലെയാണ്. മകൻ അച്ഛന് ദ്രോഹം ചെയ്യരുതല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ഈ കടലാസിൽ ഒപ്പുവയ്ക്കില്ല. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഈ കാര്യത്തിലില്ല. എടാ, നിനക്കെന്റെ സ്വഭാവം അറിയാമല്ലോ. അറിയുന്നോണ്ടാണല്ലോ ഞാൻ നിങ്ങളെ അനുസരിക്കാത്തത്. രാജൻ, ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്നെ കൊല്ലില്ല. ഈ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. വഴിയിൽ കിടന്ന് ചാവാൻ വിടാതെ അവനെ വളർത്തിയെടുത്തവനാണ് ഞാൻ. അവൻ ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ വളർന്നുപോയി. ഇനി നശിപ്പിക്കുകയേ വഴിയുള്ളൂ. സണ്ണേ, രാജനോട് നമുക്കുള്ള പക പുറമേ അറിയണ്ട. നീ അവനെ ശ്രദ്ധിക്കണം. ആൻഡോ മുതലാളി, നീ ഉടനെ ഗുണ്ടൂരിലേക്ക് പോകും. ശരി. പ്രകാശ് റാവുവിനെ കാണും. വെടിവെച്ച് കൊല്ലുകയല്ല, കെണി വെച്ച് പിടിക്കുകയാണ് എന്റെ ആവശ്യം. റാവുവിന്റെ സംഘത്തിൽ അതിന് പറ്റിയവർ കാണും. ഓ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തിത്തരാം. ആരെതിർത്താലും. എന്തോ എനിക്ക് ഭയം തോന്നുന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വീകരിക്കാൻ നീയെങ്കിലും ധൈര്യം കാണിക്കും. നിനക്ക് വേണ്ടി വീടും കുടുംബം ഉപേക്ഷിച്ചു വന്ന അവളെ നീ അനാഥയാക്കരുത്. നീ ഒരു ഭീരുവാണ്. ചുണയില്ലാത്ത നീ എന്തിനവളെ സ്നേഹിച്ചു? എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു? പറ. അവനെ കുറ്റപ്പെടുത്തേണ്ടതാണ്. എതിർപ്പ് എന്റേതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിവാഹത്തിന് ഞാനും സമ്മതിക്കുന്നു. ഇൻസ്പെക്ടർ, എന്റെ മകൾ അങ്ങനെ ഒരിടത്തും പോകുന്നവളല്ലേ? അതെ. വല്ല വിവരവും കിട്ടിയാൽ ഉടനെ അറിയിക്കുന്നു. മകളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവൾ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. എന്റെ മകളോടെ എനിക്ക് മറ്റൊന്നും അറിയണ്ട.
നിങ്ങളുടെ മകൾ റോസ്ലിൻ വിവാഹിതയാകാൻ പോകുന്നു. എന്റെ മകൾ? ഞാൻ അറിയാതെ? ഇല്ല, അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ അത് നടക്കും. എടാ, നീ ഇതിനു മുമ്പും പലവട്ടം എന്റെ മുമ്പ് വന്നിട്ടുണ്ട് എന്നെ നേരിടാൻ പകയോടെ. ഇപ്പോഴും ഞാനാണ് വന്നിരിക്കുന്നത്. വരൻ ആരാണെന്നറിയണ്ടേ? ആ പാട്ടുകാരൻ ജോസ്. അവനോ? തന്റെ ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത അവന് എന്റെ മോളെ കിട്ടാൻ എന്താണ് യോഗ്യത? തന്ത ആരാണെന്നറിയാത്തത് അവന്റെ കുറ്റമല്ല, ആ തന്തയോട് നെറിയതാണ്. മകന്റെ യോഗ്യതയാണ് അന്വേഷിക്കുന്നതെങ്കിൽ എങ്ങനെന്നോ വന്ന് അവൻ നിങ്ങളുടെ മകളെ ചതിച്ചില്ല. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ അവളെ ഈ കരയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. ആ നിലയ്ക്ക് അവൻ നിങ്ങളെക്കാൾ യോഗ്യനാണ്. എന്ത് പറഞ്ഞ? എന്റെ മേൽ കൈവച്ചാൽ അതിന്റെ പാട് നിങ്ങളുടെ മകളുടെ ശരീരത്തിൽ കാണും. നീ എന്നെ നശിപ്പിച്ചു, എന്റെ കുടുംബം തകർത്തു. നീ എന്ത് എന്നെങ്കിലും ഉപദ്രവിക്കുന്നു? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ ചെയ്ത തെറ്റ് മോള് പേടിക്കണ്ട. ആരെതിർത്താലും ഈ കല്യാണം എന്റെ മോൻ രാജൻ നടത്തും. ഷേർലി, No, you cheat. I never see your face again. ആരാ രാജാത്? അത് എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി. സാർ, നിങ്ങളുടെ മകൾ കണ്ണൂരിലുണ്ട്. കണ്ണൂരോ? അതെ, രാജന്റെ കണ്ണൂരിലെ വീട്ടിൽ. രാജന്റെ വീട്ടിലോ? കണ്ണൂര്? വരൂ. ഇത് രാജന്റെ വീടല്ലേ? അതെ, മകളെ അന്വേഷിച്ചു വന്നതായിരിക്കും. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവർ കൊല്ലത്തേക്ക് പോയി. അനുഗ്രഹം? അതെ, അവളുടെ കല്യാണം കഴിഞ്ഞു. മകളെ അന്വേഷിച്ചു വന്ന അച്ഛൻ അതിനു മുമ്പ് പിറന്ന മകനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ. ആരുടെ മകൻ? എന്റെ മകൻ, നമ്മുടെ മകൻ രാജൻ. രാജൻ? നിന്റെ